പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നാം ഒരു റമദാന് കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ വേദഗ്രന്ഥം ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമദാൻ. ഈ മാസത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുവാൻ വേണ്ടി ഒരു മാർഗം അള്ളാഹു നമുക്ക് വാചകം പറഞ്ഞു തന്നിട്ടുണ്ട്. വഇദാ ഖുരിയത്തുൽ ഖുർആന ഫസ്തമിഹു ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അടങ്ങിയിരുന്ന് കേൾക്കുകയും ചെയ്യുന്നവർക്കാണ് കാരുണ്യം ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി നമ്മുടെ ഈ നോമ്പിൽ കൂടി നമ്മളെ എത്തിച്ചു തന്നല്ലോ. അതിന് അള്ളാഹുവിന് വേണ്ടി നാം നന്നായി ആത്മാർത്ഥതയോടു കൂടി പണിയെടുക്കണം, ഇബാദത്ത് ചെയ്യണം. അല്ലാതെ എല്ലാവരും എത്തി റമദാനിൽ എല്ലാവർക്കും ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും മൊത്തം ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, തറാവീഹ് ചെയ്യുന്നുണ്ട്, എല്ലാം ഇബാദത്തുകളും ചെയ്യുന്നുണ്ട് എന്നത് ഒഴുക്കൻ മട്ടിലല്ലാതെ നമ്മൾക്ക് നന്നായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെന്നുമുള്ള ബോധത്തോടു കൂടി നാം ഓരോരുത്തരും ഇബാദത്ത് ചെയ്യുകയും നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യണം. ഓരോരുത്തരും അതിനുവേണ്ടി നാം പ്രയത്നിക്കണം. ഞാനടക്കം എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം. ഒരു നോമ്പ് കൂടി നമുക്ക് കിട്ടിയതാണ്. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവൂലേ ഒന്നും പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ നോമ്പ് ഈ ഭാഗ്യം നമുക്ക് അടുത്ത കൊല്ലം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏത് രൂപത്തിലാണ് ആക്കാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ത്വൽഹത്ത് റളിയല്ലാഹുവിൻ്റെ ഒരു സ്വപ്നം പറയുകയാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം സ്വർഗത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് മരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ മുന്നേ സ്വർഗത്ത് കയറി. അപ്പോൾ അദ്ദേഹം ആ സ്വപ്നം നബിയോട് വന്ന് പറഞ്ഞ് അങ്ങനെ സ്വപ്നം കണ്ടത്. അപ്പോൾ നബി പറഞ്ഞ് അയാൾക്ക് ഒരു കൊല്ലം കൂടി നോമ്പ് അധികം കിട്ടി, പിന്നെ അദ്ദേഹത്തെക്കാളും ഒരു കൊല്ലം കൂടി നോമ്പ് അധികം കിട്ടി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ്. അതുപോലെ നാം എല്ലാവരും ഒരു നോമ്പും കൂടി നമുക്ക് ഇനി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയ നോമ്പിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കണം. നാം എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.